ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്ത തമ എന്ന മൂവിയാണ്. മൂവിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവി തുടങ്ങുന്നത് തന്നെ അലക്സാണ്ടർ കാലഘട്ടത്തിലാണ്. അലക്സാണ്ടറും പടയാളികളും ഒരു കാട്ടിലേക്ക് പോകുന്നു. അവരുടെ വഴികാട്ടിയായി പോയ ആള് പറയുന്നുണ്ട്, ഇവിടെ എന്തോ അമാനുഷികമായിട്ട് നടക്കുന്നുണ്ട്, എന്തൊക്കെയോ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടെന്ന്. ആ പറഞ്ഞത് ശരിയാണെന്ന് അവർക്കും തോന്നി. അവർക്ക് ചുറ്റും ആരൊക്കെയോ ഓടുന്നതായിട്ടും കൂട്ടത്തിലുള്ള ആരെയൊക്കെ ആക്രമിക്കുന്നതായിട്ടും അവർ കാണുന്നു. അതാ കാട്ടിൽ ജീവിച്ചിരുന്ന യക്ഷാസൻ എന്ന് പറയുന്ന ഒരു വേതാളമായിരുന്നു. തലവനായ യക്ഷാസനും അയാളുടെ കൂട്ടാളികളായിട്ടുള്ള വേതാളവുമായിരുന്നു ഈ ആൾക്കാരെല്ലാം ആക്രമിച്ചുകൊണ്ടിരുന്നത്. കഥ അവിടെ നിന്നും ഒരുപാട് മുന്നിലേക്ക് വരുന്നു. നമ്മുടെ നായകനായ ആലോക് ഒരു ചെറിയ ജേർണലിസ്റ്റ് ആണ്. പ്രേതങ്ങളെക്കുറിച്ചും ആത്മാക്കളെക്കുറിച്ചും ഒക്കെ അവനൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവൻ പലയിടങ്ങളിലേക്കും പോകാറുണ്ട്. ഇത്തവണ ഒരു കാട്ടിലേക്കാണ് അവൻ വരുന്നത്. അവന്റെ കൂടെ 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ വെച്ച് അവരെ ഒരു കരടി ആക്രമിക്കുന്നു. അവന്റെ സുഹൃത്തുക്കൾ ദൂരെ ഓടിപ്പോയി. അവൻ കരടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാടിനുള്ളിലേക്ക് കടക്കുന്നു. ഓടുന്നതിനിടയിൽ അവൻ വീഴുകയും ഉരുണ്ടുരുണ്ട് ഒരുപാട് ദൂരേക്ക് പോവുകയും ചെയ്യുന്നു. പക്ഷേ അവനെ ആ കരടി വിടാതെ പിന്തുടരുകയായിരുന്നു. കരടിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൻ മരത്തിന്റെ വേരുകൾക്കിടയിലേക്ക് കയറുന്നു. അതിന്റെ ആക്രമണവും വീഴ്ചയെല്ലാം കാരണം അവൻ ആകെ അവശനിലയിലായിരുന്നു. പതിയെ അവന്റെ ബോധം മറഞ്ഞു. പക്ഷെ അപ്പോഴും ആ കരടി അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയം അവനെ രക്ഷിക്കാൻ ഒരു പെൺകുട്ടി അവിടേക്ക് വരുന്നു. കരടി അവിടെ നിന്നും ഓടിച്ചു വിട്ട ശേഷം ആ വേരുകൾക്കിടയിൽ നിന്നും ആ പെൺകുട്ടി അവനെ പുറത്തേക്കെടുക്കുകയും തന്റെ മടിയിൽ കിടത്തി അവന്റെ ഹൃദയമെടുപ്പ് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അവളുടെ പേര് താടക എന്നാണ്. അവശനിലയിലായ അവനെ അവൾ അവിടെ പൊളിഞ്ഞു കിടന്ന ഒരു വിമാനത്തിനുള്ളിലേക്ക് കൊണ്ടുപോവുകയും മരുന്നുകൾ അരിച്ച് അവന്റെ മുറിവിൽ വെക്കുകയും ചെയ്യുന്നു. താടകയും ഒരു വേതാളമായിരുന്നു. എന്നാൽ ബോധം തിരിച്ചു കിട്ടിയ ആലോക് വിചാരിക്കുന്നത് കാട്ടിൽ വസിക്കുന്ന ഒരു പെൺകുട്ടിയാണ് താടക എന്നാണ്. വിശന്നിട്ട് അവൻ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് തീ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ താടകയാകട്ടെ മനുഷ്യന്മാര് കഴിക്കുന്ന ആഹാരമായിരുന്നില്ല കഴിക്കുന്നത്. അവള് മൃഗങ്ങളെയൊക്കെ പിടിച്ചിട്ട് അതിന്റെ രക്തമായിരുന്നു ഊറ്റി കുടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവന് വേണ്ടിയിട്ട് അവൾ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുകൊടുക്കുന്നു. ആലോക് സ്വയം അവനെ പരിചയപ്പെടുത്തുന്നുണ്ട്. താടക അവനെ കൗതുകത്തോടെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അവന്റെ ഹൃദയമെടുപ്പായിരുന്നു അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം വേതാളങ്ങൾക്ക് ഹൃദയമെടുപ്പ് ഉണ്ടായിരുന്നില്ല. അതേ ടൈമിൽ തന്നെ ഈ വേതാളങ്ങളുടെ കോട്ടയില് ഇവരുടെ ആൾക്കാരെയെല്ലാം നമ്മളെ കാണിക്കുന്നുണ്ട്. മുൻപ് ഈ വേതാളങ്ങളുടെ തലവനായിരുന്ന തമ എന്നിവർ വിളിക്കുന്ന യക്ഷാസനെ ഇവർ തടവിലാക്കിയിരിക്കുകയാണ്. എന്തോ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിലായിരുന്നു അയാൾ തടവിൽ കഴിയുന്നത്. അയാൾക്ക് ആഹാരമായിട്ട് മൃഗങ്ങളെയൊക്കെ ഇവർ കൊണ്ടുകൊടുക്കുന്നുണ്ടെങ്കിലും തനിക്ക് മനുഷ്യരക്തം വേണമെന്ന് പറഞ്ഞ് അയാൾ ബഹളമുണ്ടാക്കുന്നു. ഇവിടെ ആലോകും താടകയും ഒരുപാട് നേരം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന കാരണം അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഒരു ഇഷ്ടം തോന്നാൻ തുടങ്ങി. എന്നാൽ ഇവളുടെ പേര് കേട്ടിട്ട് രാക്ഷസിയുടെ പേരാണല്ലോ എന്നാണ് അവൻ പറയുന്നത്. നീ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെന്ന് ചോദിക്കുമ്പോ കരടിയെ പേടിച്ച അബദ്ധത്തിൽ ഓടി കയറിയതാണെന്നൊക്കെ അവൻ പറയുന്നു. അവനെ പോലെ താനൊരു മനുഷ്യനല്ല എന്ന് താടക അവനോട് പറയുമ്പോൾ അവൻ പറയുന്നത് നീ ഒരു ഏഞ്ചൽ ആണെന്നാണ്. അവൾ സത്യം പറയുമ്പോഴും അവൻ അതൊന്നും കാര്യമാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവളെ കാണാൻ അത്ര സുന്ദരിയായതുകൊണ്ട് തന്നെ നീ ഒരു ദേവതയാണെന്നൊക്കെയാണ് അവൻ അവളോട് പറയുന്നത്. അങ്ങനെ ഇവര് ക്ലോസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ആലോക് അവളെ കിസ് ചെയ്യാൻ തുടങ്ങുന്നു. അവൻ കിസ് ചെയ്യാൻ അടുത്തേക്ക് വരുമ്പോ താടകയുടെ കണ്ണിൽ പെടുന്നത് അവന്റെ കഴുത്തിലെ ഞരമ്പുകളായിരുന്നു. അത് കണ്ടതും രക്തം കുടിക്കാനുള്ള ദാഹം കാരണം അവളുടെ ദംഷ്ട്രകൾ പുറത്തേക്ക് വരുന്നു. പെട്ടെന്ന് അവൾ അവിടെ നിന്ന് ഓടിപ്പോയി. ആ സമയം താടകയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു വേതാളങ്ങളെല്ലാം അവിടേക്ക് വരികയും ആലോകിനെ പിടിക്കുകയും ചെയ്യുന്നു. അതുകണ്ട് താടക വന്ന് അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരാകട്ടെ ആലോകിന്റെ തലക്കടിച്ച് അവനെ അവിടെ നിന്നും അവരുടെ താവളത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. താടക അവരോടെല്ലാം പറയുന്നുണ്ട് അവൻ വഴിതെറ്റി വന്നതാണ്, അവനെ അവന്റെ സ്ഥലത്തേക്ക് തന്നെ പറഞ്ഞു വിട്ടേക്കാൻ. അവൾ അവന് നേരത്തെ വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന്റെ മുറിവുകളൊക്കെ ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴേക്കും ഈ കാട്ടിൽ നിന്നും അവനെ പുറത്ത് കടത്താമെന്ന്. അവനെ അവിടെ പിടിച്ചു വെക്കരുത്, ഇവിടെ നിന്ന് അവനെ പോകാൻ അനുവദിക്കണമെന്ന് അവൾ എത്ര പറഞ്ഞിട്ട് അവർ കൂട്ടാക്കിയില്ല. യക്ഷാസം കിടക്കുന്ന ആ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് ഇവനെ കൊണ്ടുപോയി അവർ ഇടുന്നു. മനുഷ്യന്റെ വാസന അടിച്ചതോടുകൂടി യക്ഷാസൻ രക്തദാഹത്തിൽ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അയാളുടെ കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കാരണം അയാൾക്ക് പുറത്തു കടക്കാൻ കഴിയില്ല. പക്ഷെ ആലോകിനെ അയാൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ താടക അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകുന്നു. അവരുടെ പിറകെ ആ വേതാള കൂട്ടങ്ങളും ഉണ്ടായിരുന്നു. ഒരിടത്തെത്തിക്കഴിയുമ്പോൾ താടക അവനോട് പറയുന്നുണ്ട് താഴെക്കൂടി പോകുന്ന വണ്ടിയുടെ മുകളിലേക്ക് നീ ചാടിക്കഴിഞ്ഞാൽ നിനക്ക് നിന്റെ നാട്ടിലേക്ക് പോകാമെന്ന്. എന്നാൽ അവൻ അവിടെ നിന്നും ഒറ്റയ്ക്ക് ചാടാൻ പേടിയായിരുന്നു. മാത്രമല്ല അവളെ അവിടെ വിട്ടിട്ട് പോകാനും തോന്നുന്നില്ല. നീ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് അവളെ ഒരുപാട് അവൻ നിർബന്ധിക്കുന്നുണ്ട്. തനിക്ക് ഈ നാട് വിട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് നീ പോയിക്കൊള്ളാൻ അവൾ പറഞ്ഞെങ്കിലും അവൻ അവിടെ നിന്നും പോകാതെ നിൽക്കുകയാണ്. ആ വേതാളക്കൂട്ടങ്ങൾ അടുത്തെത്താറായി. വേറെ വഴിയില്ലാതെ അവനെയും കൊണ്ട് അവൾ ആ വണ്ടിയിലേക്ക് ചാടുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പരസ്പരം അവർ രണ്ടുപേരും ഒരുപാട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു. അവൻ അവൾക്ക് വേണ്ടിയിട്ട് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തു. അവളെ വേഷമൊക്കെ മാറ്റി അവന്റെ കൂടെ അവന്റെ നാട്ടിലേക്ക് പോകുന്നു. ശരിക്കും അവന്റെ വീട്ടുകാർ വിചാരിച്ചിരുന്നത് അവൻ കാട്ടിലേക്ക് പോയി അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി എന്നാണ്. അതിന്റെ ചടങ്ങുകൾ നടത്തുകയായിരുന്നു. ആ സമയത്താണ് ആലോക് താടകം കൊണ്ട് അവിടേക്ക് വരുന്നത്. അവൻ തിരിച്ചു വന്നതിൽ വീട്ടുകാരെല്ലാം ഒരുപാട് ഹാപ്പി ആയിരുന്നു. അവളെ കണ്ടതും ഈ പെൺകുട്ടി ആരാണെന്ന് അവന്റെ അമ്മ ചോദിക്കുന്നു. കാട്ടിൽ വെച്ചിട്ട് തന്നെ രക്ഷിച്ചത് ഈ പെൺകുട്ടിയാണെന്ന് അവൻ പറയുന്നുണ്ട്. താടക എന്നുള്ള പേര് വീട്ടുകാർ കേട്ടുകഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവനാകട്ടെ അവളുടെ പേര് തന്റെ ഫാമിലിയോട് താരിക എന്നാണ് പറയുന്നത്. അവനുൾപ്പെടെ എല്ലാവരും പിന്നീട് അവളെ താരിക എന്നാണ് വിളിക്കുന്നത്. ഈ പെൺകുട്ടി നീ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേന്ന് അവന്റെ അച്ഛൻ ചോദിക്കുമ്പോൾ അവൻ കുറെ കള്ളക്കഥകൾ പറയുന്നു. ഇവളുടെ രണ്ടാനമ്മ ഇവളെ ഒരു വയസ്സായ വ്യക്തിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ തുടങ്ങിയായിരുന്നു. അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്ന്. തന്റെ മകന്റെ ജീവൻ രക്ഷിച്ച പെൺകുട്ടിയോട് ആലോകിന്റെ അമ്മയ്ക്ക് സ്നേഹം തോന്നി. ഇനി നീ ഇവിടെ കഴിഞ്ഞുകൊള്ളാൻ പറഞ്ഞിട്ട് അവൾ
അവൾക്ക് ആ വീട്ടിലൊരു റൂമും കൊടുത്തു. എന്നാൽ ആലോകിന്റെ അച്ഛന് ഇതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. അവരെല്ലാവരും ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ആഹാരം ഒന്നും തന്നെ നമ്മുടെ താടക കഴിക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് രക്തം തന്നെ വേണം. തനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. അവളുടെ സംസാരത്തിലും അവളുടെ രീതികളിലും എല്ലാം തന്നെ ആലോകിന്റെ അച്ഛന് ഡൗട്ട് തോന്നാൻ തുടങ്ങി. താടക ആലോകിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അച്ഛനോടും അമ്മയോടും ഒക്കെ കള്ളം പറയാൻ പോയതെന്ന്? സത്യം പറഞ്ഞാൽ പോരായിരുന്നു എന്ന്. ഇവിടെ ചെറിയ കള്ളങ്ങളൊക്കെ പറയുന്നത് നല്ലതാണെന്നാണ് അവൻ പറയുന്നത്. താടക പക്ഷെ കള്ളം പറയാറുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും തന്നെ കള്ളം പറയാറില്ല എന്നാണ് അവള് പറയുന്നത്. അവളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെല്ലാം വേതാളങ്ങളാണെന്നും അവർക്കെല്ലാം ദംഷ്ട്രകൾ ഉണ്ടെന്നും ഒന്നും തന്നെ നമ്മുടെ ആലോകിന് അറിയില്ലായിരുന്നു. അവളും അവളുടെ കൂട്ടരും എല്ലാം കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണെന്നാണ് അവൻ ഇപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം അവരുടെ ആരുടെയും യഥാർത്ഥ രൂപം അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആലോകിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം തന്നെ അവന്റെ ഹൃദയമെടുപ്പ് അവളുടെ ചെവിയിൽ കേട്ടുകൊണ്ടേയിരിക്കും. അവൾക്കത് കേട്ടുകൊണ്ടിരിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ അവൻ അടുത്തേക്ക് കിസ് ചെയ്യാൻ വരുമ്പോഴെല്ലാം തന്നെ അറിയാതെ അവളുടെ പല്ലുകൾ പുറത്തേക്ക് വരും. അവനത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ മാക്സിമം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇവിടെ യക്ഷാസന്റെ കയ്യിൽ നിന്നും ആലോക് രക്ഷപ്പെട്ടത് കാരണം അയാൾ നല്ല ദേഷ്യത്തിലായിരുന്നു. ആ കൂട്ടത്തില് അയാളുടേതായിട്ടുള്ള കുറച്ച് അനുയായികൾ ഉണ്ടായിരുന്നു. അവരോട് യക്ഷാസൻ പറയുന്നുണ്ട്, രക്ഷപ്പെട്ടു പോയ ആ മനുഷ്യൻ എവിടെയാണെങ്കിലും അവനെ നീ ഇവിടെ കൊണ്ടുവരണമെന്ന്. ആലോകിന്റെ വീട്ടിൽ എല്ലാവരും ഉറങ്ങാൻ കിടന്നു. രാത്രിയിൽ വെള്ളം കുടിക്കാൻ കിച്ചണിലേക്ക് വന്ന ആലോകിന്റെ അച്ഛൻ കാണുന്നത് നമ്മുടെ താടക മരത്തിന്റെ മുകളിലൂടെ ചാടി പോകുന്നതാണ്. അതുകൊണ്ട് പേടിച്ച് അയാൾ തന്റെ വൈഫിനോട് പോയി പറയുന്നുണ്ട് ആ പെൺകുട്ടി ഒരു പ്രേതമാണെന്ന്. എന്നാൽ അയാൾ ഉറക്കത്തിൽ പിച്ചുമ്പയും പറയുന്നതാണെന്ന് പറഞ്ഞിട്ട് അയാളുടെ വൈഫ് ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. അതിനിടയ്ക്ക് അടുത്ത വീട്ടിലെ നായയുടെ വല്ലാത്ത കുര കേട്ടിട്ടാണ് ആലോക് ഉറക്കമുണരുന്നത്. അവൻ നോക്കുമ്പോൾ കാണുന്നത് താടക അടുത്ത വീട്ടിലെ നായ എടുത്തുകൊണ്ട് വീടിന്റെ ബാക്കിലേക്ക് പോകുന്നതാണ്. അവൾ എന്താ കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ അവിടേക്ക് ചെല്ലുമ്പോൾ അവളാകട്ടെ അതിന്റെ രക്തം കുടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നീ എന്തിനാ നായയൊക്കെ പിടിച്ചു തിന്നാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, ഇതിനെ കണ്ടാൽ ഞങ്ങളുടെ കാട്ടിലെ മുയലിനെ പോലെ തോന്നുന്നതെന്ന്. കാട്ടിൽ ജീവിച്ചിരുന്നത് കൊണ്ട് അവള് മാംസാഹാരമാണ് കൂടുതൽ കഴിക്കുന്നതെന്ന് അവൻ അറിയാം. എന്ന് കരുതി നീ ഇവിടുത്തെ നായയൊന്നും പിടിച്ചു തിന്നാൻ നിൽക്കണ്ട, നിനക്ക് അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു തരാമെന്ന് അവൻ പറയുന്നു. അവൻ അപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അവൾ ആ നായയുടെ രക്തം കുടിക്കാനാണ് വന്നതെന്ന്. അങ്ങനെ അവളുടെ വിശപ്പ് മാറ്റാനും അവൾക്ക് മാംസാഹാരം കിട്ടാനും വേണ്ടിയിട്ട് അവനാകട്ടെ അവളെ ഒരു പാർട്ടിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അവൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ മദ്യവും കിട്ടും. രക്തത്തിന്റെ കളറിൽ അവിടെ ഇരുന്ന പാനീയം രക്തമാണെന്ന് കരുതിയിട്ട് അവളെടുത്ത് കുടിച്ചു. അത് ശരിക്കും മദ്യമായിരുന്നു. ലഹരി തലിക്ക് പിടിച്ച അവളാകട്ടെ അവിടെ വന്ന കുറെ പയ്യന്മാരുടെ കൂടെ ഡാൻസ് കളിക്കുന്നു. ഒമാരുടെ നോട്ട് ശരിയല്ലാന്ന് മനസ്സിലാക്കി ആലോക് അവളെയും കൊണ്ട് പെട്ടെന്ന് അവിടെ നിന്നും പോകാൻ നോക്കിയാണ്. എന്നാൽ ആ പയ്യന്മാര് അവരെ വിടാതെ പിന്തുടർന്നു. അവർ ആലോകിനെ ആക്രമിച്ച് താടകയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അവരോട് സംസാരിച്ച് കോംപ്രമൈസ് ആക്കാൻ ചെന്ന ആലോകിനെ അവർ അടിച്ചിടുന്നത് കണ്ട് അത്രയും നേരം ദേഷ്യം കടിച്ചു പിടിച്ചിരുന്ന താടക തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരുന്നു. പറന്നു വന്ന് അവരെ എല്ലാം അടിച്ചിടുന്നുണ്ട്. അവളുടെ യഥാർത്ഥ രൂപം കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു ആലോക്. അവളെയും കൊണ്ട് പെട്ടെന്ന് അവൻ വീട്ടിലേക്ക് വരുന്നു. നീ ആരാണെന്നും നീ എന്തായി കാണിക്കുന്നതെന്നും ഒക്കെ അവളോട് ചോദിക്കുമ്പോഴാണ് അവൾ താൻ ആരാണെന്ന് പറയുന്നത്. താനൊരു വേതാളമാണ്, തങ്ങൾക്ക് രക്തം മാത്രമേ കുടിക്കാൻ പറ്റൂ, നിങ്ങളെപ്പോലെ ഹൃദയമെടുപ്പുമില്ല മരണവുമില്ല. അവൻ കേട്ടതൊന്നും അവന് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. മനുഷ്യന്മാരുടെ രക്തം നിങ്ങൾ കുടിക്കുമെന്ന് അവൻ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, ആദ്യമൊക്കെ മനുഷ്യന്മാരുടെ രക്തം കുടിക്കുമായിരുന്നു, പക്ഷെ പിന്നീട് മനസ്സിലായി മനുഷ്യന്മാര് തന്നെ പരസ്പരം കൊല്ലും കൊലയും നടത്തുന്നവരാണെന്ന്. പല കലാപങ്ങളിലും മനുഷ്യന്മാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ക്രൂരത കണ്ടിട്ട് വേതാളങ്ങളെല്ലാം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും ദുഷ്ടന്മാരായ മനുഷ്യന്റെ രക്തം നമ്മൾ കുടിക്കേണ്ട എന്ന്. അങ്ങനെയാണെങ്കിൽ ആ ഗുഹയിലുണ്ടായിരുന്ന നിങ്ങളുടെ ഒരാള് എന്റെ രക്തം എന്തിനാ കുടിക്കാൻ ശ്രമിച്ചെന്ന് ചോദിക്കുമ്പോൾ താടക പറയുന്നുണ്ട്, നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് അയാള് മനുഷ്യന്റെ രക്തം കുടിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് 100 വർഷത്തേക്ക് അയാളെ ആ ഒരു ചങ്ങലക്കിട്ടിരിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ശക്തിശാലിയായ വേതാളമായിരുന്നു അയാൾ. യക്ഷാസൻ എന്നാണ് അയാളുടെ പേര്. തങ്ങളുടെ പൂർവികരുടെ കൂട്ടത്തിലുള്ള ആളായിരുന്നു അയാളെന്നും അയാളാണ് ഇതുപോലെ ഒരുപാട് വേതാളങ്ങളെ ഉണ്ടാക്കിയതെന്നും താടക പറയുന്നു. അങ്ങനെ ഒരുപാട് മനുഷ്യന്മാരുടെ രക്തം കുടിച്ച് അവരെയെല്ലാം വേതാളങ്ങളാക്കി മാറ്റിയത് കാരണം നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് അയാളെ ആ ഗുഹയിൽ അടച്ചതാണ്. മറ്റാരെങ്കിലും ആ ഒരു നിയമം ലംഘിക്കുന്ന സമയത്ത് ഇയാൾ സ്വതന്ത്രനാവുകയും ആ നിയമം ലംഘിച്ച വ്യക്തി അയാളുടെ സ്ഥാനത്ത് ആ തടങ്കലിലാവുകയും ചെയ്യും. 1947 യക്ഷാസിനെ അവർ തടവിലാക്കിയത്. അന്നും താടക ഇതേ രൂപത്തിൽ തന്നെയായിരുന്നു. അവൾക്കൊരിക്കലും പ്രായമാകില്ല എന്ന് അവൻ അതോടെ മനസ്സിലായി. ആലോകിന്റെ അടുത്തേക്ക് അവളെ കൂടുതൽ അടുപ്പിക്കുന്നത് അവന്റെ ആ ഹൃദയമെടുപ്പാണ്. അങ്ങനെ തന്നെ സത്യങ്ങളൊക്കെ അവൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ കോളിംഗ് ബെൽ ആരോ അടിക്കുന്നു. ചെന്ന് നോക്കുമ്പോൾ പോലീസുകാരനായിരുന്നു. അയാൾ വന്ന് താടകയെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ താടകാന്ന് തന്നെ പറയുന്നു. ഇന്നൊരു പാർട്ടിക്ക് പോയിട്ട് ഏതെങ്കിലും പയ്യന്മാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ലാന്ന് കള്ളം പറയാൻ ആലോക് കണ്ണു കാണിച്ചെങ്കിലും അവൾ സത്യം തന്നെ പറയുകയാണ്. അവളെ ഒറ്റയ്ക്ക് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അയാൾ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ എത്തുമ്പോഴാണ് അയാൾ തന്റെ യഥാർത്ഥ രൂപം കാണിക്കുന്നത്. അയാൾ ഒരു വേതാളമായിരുന്നു. എന്നാൽ അയാൾ ഉപദ്രവിക്കുന്ന വ്യക്തിയല്ല. മനുഷ്യന്മാർക്കും വേതാളങ്ങൾക്കും ഇടയിൽ ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുപോവുകയും പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പോവുകയും ചെയ്യുക എന്നതായിരുന്നു അയാളുടെ മനസ്സിലെ ഉദ്ദേശം. പക്ഷെ നീ ആ നിയമങ്ങളൊക്കെ ലംഘിച്ചിരിക്കുന്നു, ആ പയ്യന്മാരെയൊക്കെ നീ കൊന്നുകളഞ്ഞിരിക്കുന്നു എന്നാണ് അയാൾ പറയുന്നത്. താടകയ്ക്ക് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അവൾ മദ്യലഹരിയിൽ കൂടെ ആയിരുന്നതുകൊണ്ട് ആ പയ്യന്മാരെ അവൾ അടിച്ചത് ഓർക്കുന്നുണ്ട്. അവരെ കൊന്നുവെന്ന് അവൾ ഓർക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ യഥാർത്ഥത്തിൽ അവൾ ആ പയ്യന്മാരെ അടിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ പയ്യന്മാരുടെ കഴുത്തൊടിച്ച് അവരെ കൊന്നുകളഞ്ഞത് യക്ഷാസന്റെ ആൾക്കാരായിരുന്നു. ഇവളെ ആലോകിനെയും തേടി അവർ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നല്ലോ. എന്തൊക്കെയാണെങ്കിലും
അവരെ കടിച്ചു കൊല്ലാഞ്ഞത് നന്നായി, അല്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നമായിരുന്നേനെന്ന് ആ ഓഫീസർ പറയുന്നു. നീ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വേതാളങ്ങൾക്കും മനുഷ്യർക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് അയാൾ പറയുന്നു. അല്ലെങ്കിൽ അത് ആലോകിന്റെ ജീവന് തന്നെ അപകടമായിരിക്കും. അയാൾ പോയി കഴിയുമ്പോൾ ആലോക് അവളോട് വന്ന് ചോദിക്കുന്നുണ്ട്, നിനക്ക് കള്ളം പറഞ്ഞാൽ പോരായിരുന്നോ, എന്തിനാ സത്യങ്ങൾ പറഞ്ഞതെന്ന്. എന്നാൽ അവൾ പറയുന്നു, കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പല്ലുകൾ പുറത്തേക്ക് വരുമെന്ന്, അതുകൊണ്ട് ഞങ്ങൾക്ക് സത്യം മാത്രമേ പറയാൻ പറ്റൂ. മാത്രമല്ല ഇനി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാ, ഞാൻ അതുകൊണ്ട് ഇവിടെ നിന്ന് പോവുകയാ. അത് കേട്ടതോടെ ആലോക് വല്ലാതെ തളർന്നു. എന്നാൽ അവൾ ബസ്സിൽ കയറി അവിടെ നിന്നും പോകാൻ തുടങ്ങിയാണ്. അവളെ യാത്രയക്കെങ്കിലും തിരിച്ചു പോകുമ്പോ അവന്റെ മനസ്സ് മുഴുവൻ അവളായിരുന്നു. അവളെ അങ്ങനെ വിട്ടാ പറ്റില്ല, തിരിച്ചു വിളിച്ചെങ്കിലേ പറ്റൂന്ന് വിചാരിച്ചിട്ട് അവൻ വണ്ടി എടുത്തുകൊണ്ട് ബസ്സിന്റെ പിറകെ പോകുന്നു. നീ പോകണ്ട, തിരിച്ചു വാ എന്ന് ബസ്സിന്റെ സൈഡിൽ കൂടെ പോയി അവൻ പറയുന്നുണ്ട്. അവളും നിഷ്കളങ്കമായി അവനെ നോക്കുകയായിരുന്നു. പക്ഷെ ആ സമയത്ത് എതിരെ വന്ന വണ്ടി ഇടിച്ചിട്ട് ആലോകിന്റെ കാർ ആക്സിഡന്റ് ആകുന്നു. ഇത് കണ്ട് ഞെട്ടിത്തരിച്ച് താടകയാകട്ടെ ബസ്സിൽ നിന്നും പുറത്തേക്ക് വരുന്നു. കാറിനുള്ളിൽ നിന്നും അവനെ പുറത്തേക്കെടുത്ത് രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ മടിയിൽ കിടന്ന് അവൻ മരിച്ചു. അവന്റെ ഹൃദയമെടുപ്പ് നിന്നു. പിന്നീട് കാണിക്കുന്നത് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും ഡോക്ടർമാര് അവന്റെ പേരൻസിനോട് അവൻ മരിച്ചു എന്ന് പറയുന്നതുമാണ്. അത് കേട്ട് അവർ തകർന്നുപോയി. പക്ഷെ അടുത്ത നിമിഷം അവന്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ നടക്കുന്നു. പതിയെ അവൻ കണ്ണു തുറക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അവൻ മരിച്ചു എന്ന് ഉറപ്പായതോടുകൂടി അവനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് താടക അവനെ കടിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ കടിയേറ്റ് അവനും ഒരു വേതാളമായി മാറി. കിടന്നിരുന്ന ബെഡിൽ നിന്നും അവൻ എഴുന്നേറ്റു പോയി. അവന്റെ ശരീരത്തിലെ മുറിവുകളെല്ലാം താനെ മാറി. അവനെ അന്വേഷിച്ചു പോകുന്ന അവന്റെ അച്ഛൻ കാണുന്നത് ബ്ലഡ് ബാങ്കിൽ നിന്ന് അവൻ രക്തമെടുത്ത് കുടിക്കുന്നതാണ്. അവന്റെ ദംഷ്ട്രകൾ കണ്ട് അയാൾ ഞെട്ടിത്തെറിച്ച് ബോധം കെട്ട് വീണു. ബോധം വരുമ്പോൾ അയാൾ വീട്ടിലായിരുന്നു. ആലോകും വീട്ടിൽ വന്നിട്ടുണ്ട്. തലേന്ന് താൻ കണ്ടതൊക്കെ സത്യമാണോ എന്ന് അയാൾക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. തന്റെ വൈഫിനോട് പറഞ്ഞപ്പോ അതൊക്കെ നിങ്ങൾ സ്വപ്നം കണ്ടതായിരിക്കുമെന്നാണ് അവര് പറയുന്നത്. രാവിലെ ഉറക്കമുണർന്ന ആലോകിന് തന്റെ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അവന് ഹൃദയമെടുപ്പില്ല, പൾസ് ഇല്ല, ഒന്നുമില്ല. എനിക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അവൾ അവനോട് നടന്ന കാര്യങ്ങൾ പറയുന്നു. നീ എന്നെ പോലെ ഒരു വേതാളമായി മാറിയിരിക്കുന്നു. തന്റെ പല്ലുകൾ പുറത്തേക്ക് വരുന്നത് അവനും കണ്ടു. അവൻ ആദ്യമൊന്നും അത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ഇതല്ലാതെ മറ്റൊരു വഴിയും താൻ കണ്ടില്ല എന്നാണ് താടക പറയുന്നത്. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആലോകിന് ഒരു രീതിയിൽ സന്തോഷം തോന്നി. ഇനി അവളുടെ കൂടെ എത്ര കാലം വേണമെങ്കിലും ഒരുമിച്ച് അവന് ജീവിക്കാം. ആ സന്തോഷത്തിൽ അവളെ അവൻ കിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തടവിൽ കിടന്ന യക്ഷാസൻ ഇതെല്ലാം മനസ്സിലാക്കുന്നു. താടക നിയമങ്ങൾ തെറ്റിച്ചിരിക്കുന്നു. അവളൊരു മനുഷ്യനെ കടിച്ചിരിക്കുന്നു. ഒരു പുതിയ വേതാളം കൂടി ഉണ്ടായിരിക്കുന്നു. നിയമം അവൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്റെ സ്ഥാനത്ത് കിടക്കേണ്ടത് അവളാണ്. എനിക്കിവിടെ നിന്ന് മോചനവും കിട്ടും. ഇവിടെ ആലോക് താടകയോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ പൂർവികര് നമ്മളെ എന്തിനെ ഇങ്ങനെയാക്കിയതെന്ന്. മനുഷ്യന്മാര് കഴിക്കുന്ന ആഹാരമൊക്കെ നമുക്ക് കഴിച്ചൂടെ, എന്തിനെ ഇങ്ങനെ ആൾക്കാരെ കൊന്ന് രക്തം കുടിക്കുന്നത്? എന്നാൽ അവള് പറയുന്നു, ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയല്ല നമ്മളെ ഉണ്ടാക്കിയത്, ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഉണ്ടാക്കിയത്. മഹാ അസുരനായ രക്തബീജിന് പരമശിവനിൽ നിന്ന് ഒരു വരദാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. രക്തബീജിന്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും പുതിയൊരു രക്തബീജ് ഉണ്ടാകും. അങ്ങനെ രാക്ഷസന്മാരുടെ എണ്ണം കൂടും. എല്ലാ ദേവന്മാരും രക്തബീജിന്റെ മുന്നിൽ തോറ്റുപോയി. അവസാനം ദേവിയോട് അവർ ഒരു പോംവഴി ചോദിക്കുന്നു. ദേവിയും രക്തബീജും തമ്മിൽ വലിയ യുദ്ധം നടന്നു. രക്തബീജിന്റെ ശരീരത്തിൽ നിന്ന് വീണ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും പുതിയ രക്തബീജുകൾ ഉണ്ടായി. അങ്ങനെ ഉണ്ടായ ആ രാക്ഷസന്മാരെ കൊന്ന് അവരുടെ രക്തം കുടിക്കാനാണ് വേതാളങ്ങളെ ദേവി സൃഷ്ടിച്ചത്. പാലിക്കേണ്ട നിയമങ്ങളെപ്പറ്റിയും അവർക്കുള്ള കഴിവുകളെപ്പറ്റിയും എല്ലാം തന്നെ അവൾ അവന് പറഞ്ഞു കൊടുക്കുന്നു. ഇനി നിനക്ക് മരണമില്ല. ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളെല്ലാം തന്നെ പെട്ടെന്ന് മാഞ്ഞു പോകും. പിന്നെ നിന്റെ ശക്തികളിൽ നിനക്ക് നിയന്ത്രണം വേണം. അത് പതിയെ പതിയെ നീ മനസ്സിലാക്കിക്കൊള്ളും. തന്റെ ശക്തികളെക്കുറിച്ച് ആലോകിന് പതിയെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. എവിടേക്ക് വേണമെങ്കിലും അവന് ചാടിക്കയറാം. ഒരു വലിയ കാറ് പോലും അവന് അനായാസം എടുത്ത് പൊക്കാൻ സാധിക്കും. എന്നാൽ കള്ളം പറഞ്ഞാൽ അവന്റെ പല്ല് പുറത്തേക്ക് വരും. അവന്റെ അച്ഛൻ ചോദിക്കുന്ന പല കാര്യത്തിനും അവൻ കള്ളം പറയുമ്പോൾ ആ പല്ലുകൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അയാള് അവനോട് ചോദിക്കുന്നുണ്ട്, ഇതെന്തായി നടക്കുന്നതെന്ന്. എന്നാൽ ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് അവൻ ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു. പേടിച്ചുപോയി അവന്റെ അച്ഛനാകട്ടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് വരെ പറയുന്നുണ്ട്. തന്റെ മകൻ ഒരു രാക്ഷസനായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്, ആ പെൺകുട്ടി ഒരു രാക്ഷസിയാണെന്നും അവളാണ് തന്റെ മകനെ ഇങ്ങനെ ആക്കിയതെന്നൊക്കെ പറയുന്നു. എന്നാൽ നമ്മുടെ പോലീസുകാരൻ ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് അയാൾ ഓരോന്ന് പറഞ്ഞ് ആലോകിന്റെ അച്ഛനെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. ഇവിടെ വേതാളങ്ങളുടെ ലോകത്ത് ഇപ്പൊ ഇവരുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അയാളോട് യക്ഷാസന്റെ അനുയായി പറയുന്നുണ്ട്, താടക ഇവിടേക്ക് കൊണ്ടുവരണമെങ്കിൽ പുതുതായിട്ട് രൂപം കൊണ്ട് ആലോക് എന്ന് പറയുന്ന വേതാളത്തിനെ കൊല്ലണമെന്ന്. എന്നാൽ അത് നമ്മുടെ നിയമങ്ങൾക്ക് എതിരാണെന്ന് അയാൾ പറയുന്നു. വേതാളങ്ങളെ നമ്മൾ കൊല്ലാറില്ല, നിയമങ്ങൾ മാറ്റണമെന്ന് അയാൾ പറയുമ്പോൾ ഈ നേതാവ് പറയുന്നുണ്ട്, നിയമങ്ങൾ മാറ്റാനുള്ള അധികാരം തമയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന്. നമ്മുടെ തമ്മ യക്ഷാസനല്ലേന്ന് ചോദിക്കുമ്പോൾ നിയമങ്ങൾ തെറ്റിച്ച് തടവിൽ കിടക്കുന്ന അയാളല്ല നമ്മുടെ തമ്മ. നമ്മുടെ തമ്മയ്ക്ക് ഹൃദയമെടുപ്പും ഉണ്ടാകും, വേതാളത്തിന്റെ ശക്തിയും ഉണ്ടാകുമെന്ന്. ഇത് രണ്ടും ഉള്ള ഒരാളായിരിക്കും നമ്മുടെ യഥാർത്ഥ തമ. അയാൾ എന്ന് നമ്മുടെ കൂട്ടത്തിലേക്ക് വരുന്നു അന്ന് മാത്രമേ ഇവിടുത്തെ നിയമങ്ങൾ മാറ്റി എഴുതപ്പെടൂ. അവർ ആരാധിക്കുന്ന ദേവിയുടെ ഗ്രന്ഥങ്ങളിലുള്ള കഥയായിരുന്നു ഇത്. എന്നാൽ അതൊക്കെ കള്ളത്തരമായിരിക്കും എന്ന് ഇയാൾ പറയുമ്പോൾ ആ നേതാവ് പറയുന്നുണ്ട്, ഒരിക്കലുമല്ല, അങ്ങനെ ഒരാൾ എന്നെങ്കിലും ഇവിടേക്ക് വരുമെന്ന്. ഇവിടെ നമ്മുടെ താടക ആലോകിന് എങ്ങനെ അവന്റെ ശക്തി ഉപയോഗിക്കണമെന്ന് പരിശീലിപ്പിക്കുകയായിരുന്നു. ബിൽഡിങ്ങുകളുടെ മുകളിലൂടെ അവർ പറക്കാനും ചാടാനും ഒക്കെ ആരംഭിച്ചു. വീട്ടിലേക്ക് അവർ വാതില് വഴിയല്ല ജനല് വഴിയായിരുന്നു കയറിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം ഇത് കണ്ട അവന്റെ അച്ഛൻ ഇതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവൻ ഓരോ കള്ളങ്ങൾ പറയാൻ തുടങ്ങിയതോടുകൂടി അവന്റെ പല്ല് പുറത്തേക്ക് വരുന്നു. ഒടുവിൽ അവന് എല്ലാ സത്യങ്ങളും
തുറന്നു പറയേണ്ടതായി വരികയാണ്. അത് കേട്ടതോടെ അയാൾ ഷോക്കായി നിൽക്കുകയായിരുന്നു. അവൻ മരിച്ചുപോയതാണെന്നും അവന് പുതിയൊരു ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് താൻ അവനെ കടിച്ചതെന്നും താനൊരു വേതാളമാണ്, തന്നെ പോലെ അവനും വേതാളമായി എന്നൊക്കെ പറയുന്നുണ്ട് അവൾ. അയാൾക്ക് ആദ്യം അതൊന്നും അംഗീകരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. നിന്നെ ഞാൻ ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും മാന്ത്രികന്റെ താന്ത്രികന്റെ അടുത്ത് കൊണ്ടുപോകാം, പഴയ പോലെ നിന്നെ മനുഷ്യനാക്കി ഞാൻ മാറ്റുമെന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും സാധ്യമല്ല എന്ന് താടക പറഞ്ഞെങ്കിലും അയാൾ കേട്ടില്ല. അവന് ഹൃദയമെടുപ്പില്ല എന്ന് അവർ കാണിച്ചു കൊടുത്തിട്ടും ആ ഹൃദയമെടുപ്പ് ഞാൻ തിരികെ കൊണ്ടുവരുമെന്ന് അയാൾ വാശി പിടിക്കാൻ തുടങ്ങി. അതിനയാൾ അവനെയും കൂട്ടി പോകുന്നത് പ്രഭാകർ എന്ന് പറയുന്ന ഒരാളുടെ അടുത്തേക്കാണ്. അതേസമയം പ്രഭാകറിന്റെ അടുത്ത് ജന എന്ന് പറയുന്ന ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. സ്ത്രീ 2, ഭേദിയ എന്നീ മൂവികൾ കണ്ടവർക്കറിയാം ഈ ജന ആരാണെന്ന്. സർക്കട്ട എന്ന രാക്ഷസനുമായിട്ട് ഭാസ്കർ എന്ന് പറയുന്ന മനുഷ്യച്ചെന്നായ യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഭാസ്കറിന് ഒരുപാട് പരുക്കം പറ്റിയിട്ടുണ്ടായിരുന്നു. തന്റെ കൂട്ടുകാരന് പഴയ പോലെ ചെന്നായ രൂപത്തിലേക്ക് മാറാൻ പറ്റുന്നില്ല എന്നും അതിനെന്താ ഒരു പോംവഴിയെന്നും ചോദിക്കാനാണ് ജന വന്നത്. എന്നാൽ ഇതെല്ലാം കേട്ട് പ്രഭാകർ ജനയോട് പറയുന്നുണ്ട്, ഒരു വേതാളത്തിന്റെ രക്തം കുടിച്ചാൽ മാത്രമേ അവനവന്റെ പഴയ ശക്തി തിരിച്ചു കിട്ടൂ എന്ന്. പക്ഷെ ഇവിടെ വേതാളങ്ങളെ എങ്ങനെ കാണാനേ കിട്ടില്ല. എന്ത് ചെയ്യുമെന്നറിയാതെ ജന അവിടെ നിന്നും പോകാൻ നേരത്താണ് അവിടേക്ക് നമ്മുടെ ആലോകനെയും കൊണ്ട് അവന്റെ അച്ഛൻ വരുന്നത്. അവന് നടന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം അയാളോട് പറയുന്നു. എല്ലാം കേട്ട് പ്രഭാകർ പറയുന്നുണ്ട്, ഇവൻ ഒരിക്കലും തിരിച്ചവന്റെ പഴയ രൂപത്തിലേക്ക് ആകാൻ സാധിക്കില്ല എന്ന്. ഒരു രീതിയിൽ ഇവന് കിട്ടിയതൊരു വരദാനമാണ്. മരണത്തിന് കീഴടങ്ങി അവനിപ്പോൾ വേതാളമായി തിരിച്ചു വന്നിരിക്കുന്നു. അവനിനി മരണമേ ഉണ്ടാകില്ല. പക്ഷെ അവന്റെ അച്ഛന് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ആലോക് അവന്റെ അച്ഛനോട് പറയുന്നുണ്ട്, രാക്ഷസിയാണെന്ന് നിങ്ങൾ ഏത് പെൺകുട്ടിയോടാണോ പറയുന്നത് ആ പെൺകുട്ടി തന്നെയാണ് 2 പ്രാവശ്യം എന്റെ ജീവൻ രക്ഷിച്ചത്. എനിക്ക് ഹൃദയമെടുപ്പില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ ഇപ്പോഴും ഉണ്ട്. നിങ്ങളുടെ മരണം വരെയും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതിനുശേഷവും ഞാൻ ഇവിടെ ഉണ്ടാകും. അതിനെല്ലാം കാരണം അവളാണ്. അവളോട് നന്ദി പറയേണ്ട സ്ഥാനത്താണ് നിങ്ങൾ അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. ഇവരെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ പ്രഭാകരാകിട്ട് ജനയെ തിരിച്ചു വിളിക്കുന്നു. നിന്റെ സുഹൃത്തായ ഭാസ്കറിനെ അവന്റെ ചെന്നായ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേതാളത്തിന്റെ രക്തം കുടിക്കണമെന്ന് പറഞ്ഞില്ലേ, അതിന് പറ്റിയൊരു വേതാളം ഇവിടെ വന്നിട്ടുണ്ടെന്ന് ജനയോട് അയാൾ പറയുന്നു. അങ്ങനെ ആലോക് അവിടെ നിന്നും തിരിച്ചു പോകുന്ന വഴിക്ക് താടക ആലോകിനെ പിടിക്കാൻ വന്ന ആൾക്കാർ അവനെ കാണുകയും അവനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് അവനൊരു വീടിന്റെ ടെറസിന്റെ മുകളിലേക്ക് കയറുന്നു. ഫോണിലൂടെ അവൻ ഈ കാര്യങ്ങളെല്ലാം താടകയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റു വേതാളങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടെ നിന്ന് അവനെ തേടി നമ്മുടെ ജനയുടെ കൂട്ടുകാരനായ ഭാസ്കർ വരുന്നുണ്ട്. ഇവൻ ആരാണെന്നോ എന്താണെന്നോ മനസ്സിലാക്കാതെയാണ് ആലോക് നിൽക്കുന്നത്. നിനക്കെന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോ എനിക്ക് നിന്റെ രക്തം വേണമെന്ന് പറയുന്നു. ആലോകിനൊന്നും മനസ്സിലായില്ല. തന്നെ കടിക്കാൻ വരുന്ന അവനെ ആലോക് നേരിടുന്നു. പിന്നെ അവര് തമ്മിൽ വലിയൊരു അടി നടക്കുകയാണ്. ഒടുവിൽ ആലോക് പറയുന്നുണ്ട്, നിനക്കെന്റെ രക്തമല്ലേ വേണ്ടുന്നത്, ഇന്ന ധൈര്യം ഉണ്ടെങ്കിൽ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് തന്റെ കയ്യിലൊരു മുറിവുണ്ടാക്കുന്നു. എന്നാൽ അത് കുടിക്കാൻ ഭാസ്കർ വന്നതും അവൻ കൈമാറ്റുന്നുണ്ട്. ഭാസ്കർ ടെറസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴാൻ തുടങ്ങിയാണ്. പക്ഷെ ആ നിമിഷം ആലോകിന്റെ കയ്യിൽ നിന്നും തെറിച്ചു വീണ ഒരു തുള്ളി രക്തം ഭാസ്കറിന്റെ വായിലേക്ക് വീഴുന്നു. ആ രക്തവും കുടിച്ചുകൊണ്ടാണ് അവൻ താഴേക്ക് വീഴുന്നത്. അവന്റെ കാര്യത്തിൽ തീരുമാനമായി എന്ന് വിചാരിച്ചിരുന്ന ആലോകിനെ ഞെട്ടിച്ചുകൊണ്ട് അവൻ സാധാരണയിൽ കൂടുതൽ ശക്തിവാനായി മുകളിലേക്ക് വരുന്നു. അവന്റെ സാധാരണ ചെന്നായ രൂപത്തിൽ നിന്നും മാറി ഒരു ഹൈബ്രിഡ് അവസ്ഥയിലേക്കായിരുന്നു അവൻ വന്നത്. ഇത്രയും കാലം അവന് തിരിച്ചു കിട്ടാതിരുന്ന ചെന്നായ രൂപം കിട്ടി. അതും നേരത്തെ ഉള്ളതിനേക്കാൾ ശക്തിയോടുകൂടി. അവൻ ആലോകിനെ ആക്രമിക്കാൻ ആരംഭിച്ചു. ഒടുവിൽ താടക കറക്റ്റ് സമയത്ത് വരികയും ആലോകിനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ചെന്നായരോട് പിടിച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ടാവില്ല എന്ന് താടക ആലോകിനോട് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒരിടത്ത് ഒളിച്ചിരിക്കുകയാണ്. കുറെ നേരം അവരെ അന്വേഷിച്ചിട്ടും കിട്ടാതെ നമ്മുടെ ഭാസ്കർ തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വരുന്നു. അതിനുശേഷം അവൻ അവിടെ നിന്നും ഓടിപ്പോവുകയും ചെയ്തു. ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് താടക ആലോകിനെയും കൂട്ടിക്കൊണ്ട് നേരെ പോകുന്നത് ആ ഓഫീസറിന്റെ അടുത്തേക്കാണ്. ആ ചെന്നായ ആക്രമിക്കാൻ വന്ന കാര്യങ്ങളും തന്റെ ഒരു തുള്ളി രക്തം അതിന്റെ വായിൽ വീണ കാര്യങ്ങളും എല്ലാം ആലോക് പറയുന്നുണ്ട്. നീ എന്ത് മണ്ടത്തരോ കാണിച്ചത്, നിന്റെ ഒരു തുള്ളി രക്തം മതി, അതിന് വിചാരിക്കുന്നതിൽ കൂടുതൽ ശക്തി കിട്ടാൻ. ഇനിയിപ്പോ അത് നിന്റെ രക്തം കുടിക്കാൻ വീണ്ടും വരുമെന്നും പറയുന്നു. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കണമെങ്കിൽ എന്റെ ആൾക്കാരുടെ ഇടയിലേക്ക് പോകുന്നതാ നല്ലതെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ആൾക്കാരുള്ളവരിടത്തേക്ക് ആലോകിനെയും താടകയും അയാൾ കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷെ അവിടെ വെച്ചിട്ട് ആലോകിന്റെ മധ്യത്തിൽ അവർ മയക്കുമരുന്ന് കലർത്തി അവനെ മയക്കി കിടത്തി. എന്നിട്ട് താടകയോട് പറയുന്നുണ്ട്, അവനെ ആലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ട, അവനെ സേഫ് ആയിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ താമസിപ്പിച്ചുകൊള്ളാം. പക്ഷേ വേതാളങ്ങളുടെ കോട്ടയിലേക്ക് നീ തിരിച്ചു പോയെങ്കിലേ പറ്റൂന്ന്. കാരണം നീ നിയമം ലംഘിച്ചവളാണ്. യക്ഷാസൻ ഉടനെ പുറത്തു വരും. നീ അവിടെ തടവലായെങ്കിലേ പറ്റൂ. അല്ലാത്ത പക്ഷം അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകും. അവര് പറയുന്നതും ശരിയാണെന്ന് അവൾക്കറിയാം. കാരണം അവൾ അവരുടെ നിയമങ്ങളെല്ലാം ലംഘിച്ചവളാണ്. അതുകൊണ്ട് ആലോകിനെ നല്ലപോലെ നോക്കണമെന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിച്ച ശേഷം താടക അവിടെ നിന്നും പോകുന്നു. കുറെ കഴിഞ്ഞ് ഉറക്കമുണരുമ്പോഴാണ് ആലോക് ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. എന്നാൽ ആ ഓഫീസർ അവനോട് പറയുന്നുണ്ട്, നീ ഇപ്പം പുറത്തിറങ്ങി പോകാത്തത് തന്നെ നല്ലത്. നീ നിന്റെ വീട്ടിലേക്ക് തന്നെ പൊയ്ക്കോ. ഞങ്ങളോട് പറയാതെ എങ്ങോട്ടും പോകരുത്. അത് നിനക്ക് അപകടമാണ്. അവരുടെ നിയമപ്രകാരം താടക 100 വർഷത്തെ ശിക്ഷ അനുഭവിച്ചെങ്കിലേ പറ്റൂ. അത് നിനക്കെന്നല്ല ആർക്കും തടയാൻ പറ്റില്ല. ആലോക് നിസ്സഹായനായി വീട്ടിലേക്ക് ചെല്ലുന്നു. അവന്റെ അച്ഛൻ താടക എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ നടന്ന കാര്യങ്ങൾ പറയുന്നു. എന്നാൽ ഇത് കേട്ട് അയാൾ പറയുന്നുണ്ട്, നിന്നെ രക്ഷിക്കാൻ വേണ്ടി എല്ലാ നിയമങ്ങളും തെറ്റിച്ച അവൾക്ക് വേണ്ടി നിനക്ക് എന്തുകൊണ്ട് അങ്ങോട്ട് പൊയ്ക്കൂടാ എന്ന്. എന്നാൽ ഇവിടെ നിന്നും തന്നോട് പുറത്തിറങ്ങണ്ടെന്നാണ് ഇവരെല്ലാം പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവൾക്ക് നിയമങ്ങൾ തെറ്റിക്കാമെങ്കിൽ അവൾക്ക് വേണ്ടി നിനക്കും നിയമങ്ങൾ തെറ്റിക്കാം. നീ അവളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ അവളെ രക്ഷിച്ചെങ്കിലേ പറ്റൂ. അതുകൂടി കേട്ടതോടുകൂടി ധൈര്യത്തോടുകൂടി ആലോക് അവിടെ നിന്നും വേതാളങ്ങളുടെ കോട്ടയിലേക്ക് പോകുന്നു. ആ സമയം പുതുതായി നിയമം ലംഘിച്ച താടക
താടകയെ അവർ ബന്ദിയാക്കുകയും യക്ഷാസന്റെ കയ്യിലുണ്ടായിരുന്ന ആ ചങ്ങലകൾ മന്ത്രം ചൊല്ലി അവളുടെ കയ്യിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന ആലോക് ഇത് തെറ്റാണെന്നും ഞാനൊരു കോംപ്രമൈസിന് വന്നതാണെന്നും പറയുന്നു. നിങ്ങൾ 1 മാസത്തേക്ക് വേണമെങ്കിൽ അവളെ തടവലാക്കിക്കോ, പക്ഷെ 100 വർഷത്തേക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ അതിന് അനുവദിക്കില്ല. എതിർക്കാൻ വന്ന അവനുമായിട്ട് യക്ഷാസൻ യുദ്ധം ചെയ്യുന്നു. എന്നാൽ യക്ഷാസന്റെ ശക്തിക്ക് മുന്നിൽ അവൻ അധികം നേരം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അവൻ ദൂരേക്ക് തെറിച്ചു വീണു. അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് അയാൾ അടുക്കുന്ന കണ്ടിട്ട് താടക തന്റെ കയ്യിലെ വിലങ്ങുകൾ അഴിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവളെ കൊണ്ടത് സാധിക്കുമായിരുന്നില്ല. ഇത് കണ്ടുകൊണ്ട് യക്ഷാസൻ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കി ആ നേതാവാകട്ടെ മന്ത്രം ചൊല്ലി അവളുടെ കയ്യിലെ വിലങ്ങുകൾ മാറ്റി. എന്നാൽ ഇത് കണ്ട് ദേഷ്യം വന്ന യക്ഷാസൻ അവളെയാണ് കൊല്ലാൻ ശ്രമിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ആലോക വന്ന അയാളുമായിട്ട് വീണ്ടും ഫൈറ്റ് ചെയ്യുന്നു. അവർ രണ്ടുപേരും ചേർന്നിട്ട് യക്ഷാസനെ വകവരുത്താൻ ശ്രമിച്ചെങ്കിലും അയാളുടെ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഒരു ഘട്ടത്തിൽ ആലോകിന്റെ കഴുത്ത് പിടിച്ച് അയാൾ കടിക്കുന്നു. അവൻ മരിച്ചു വീഴുകയും ചെയ്തു. ആലോകിനെ നഷ്ടപ്പെട്ട ദുഃഖത്തില് താടക അലറിക്കരയാൻ തുടങ്ങി. അവളുടെ ആ കരച്ചിൽ കേട്ട് നിൽക്കാൻ പോലും സാധിക്കില്ലായിരുന്നു ആർക്കും. അത്രയധികം സൗണ്ടായിരുന്നു അവിടെ പുറത്തു വന്നുകൊണ്ടിരുന്നത്. ആ ശക്തിയില് അവരുടെ ദേവിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കല്ലില് വിള്ളൽ വീഴുകയും അതിൽ നിന്നും ഒരു വെളിച്ചം ആലോകിന്റെ ശരീരത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ദേവിയുടെ ശക്തി ആലോകിന്റെ ശരീരത്തിലേക്ക് കയറിയതും അവൻ കണ്ണുകൾ തുറന്നു. അവന്റെ ഞരമ്പുകളിലൂടെ ആ ശക്തി കടന്നു പോകുന്നുണ്ടായിരുന്നു. യക്ഷാസനേക്കാളും ശക്തി അവന് കിട്ടി. കൂടാതെ അവന്റെ ഹൃദയമെടുപ്പ് തിരിച്ചു വന്നു. ഇത് കണ്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. തങ്ങളുടെ തമ ഉടലെടുക്കുമ്പോൾ അയാൾ ഒരു വേതാളവുമായിരിക്കും, എന്നാൽ ഹൃദയമെടുപ്പ് ഉണ്ടാവുമെന്ന് ഇവരുടെ ഗ്രന്ഥങ്ങളിലുണ്ടായിരുന്നു. തങ്ങൾക്ക് പുതിയ തമയെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു എല്ലാവരും. എന്നാൽ യക്ഷാസന് ഇത് സഹിച്ചില്ല. അയാൾ നമ്മുടെ ആലോകുമായിട്ട് വീണ്ടും യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. എന്നാൽ ഇത്തവണ യക്ഷാസന് ആലോകിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ആലോക് അവനെ കൊല്ലുന്നതിന് മുമ്പ് താടക അവനെ തടയുന്നു. നമ്മൾ ഒരിക്കലും യക്ഷാസനെ പോലെ ചെയ്യാൻ പാടില്ല. നിന്റെ മനസ്സിൽ ഇപ്പോഴും സ്നേഹമുണ്ട്, അതുകൊണ്ട് നീ ഇയാളെ കൊല്ലണ്ട, പതിവ് പോലെ ഇയാളെ തടവലിട്ടാ മതി. അങ്ങനെ ഇവരെല്ലാവരും ചേർന്നിട്ട് നേരത്തെ പോലെ തന്നെ യക്ഷാസനെ തടവലിടുന്നു. അവരുടെ പുതിയ തമയായിട്ട് ആലോക് മാറുകയും ചെയ്തു. ആദ്യമായിട്ടൊരു ബേതാളിന്റെ ശരീരത്തിൽ ഹൃദയമിടിപ്പ് കേട്ടു തുടങ്ങിയതാണ്. അത്ഭുതം ഒരിക്കലും വെറുതെ ഇരിക്കില്ല. ഇതിന്റെ പിന്നില് എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും. നമുക്ക് ചെയ്തു തീർക്കാൻ ബാക്കിയായിട്ട് എന്തെങ്കിലും ഇവിടെ ഉണ്ടാകും. അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗുഹയിൽ കിടന്ന യക്ഷാസന്റെ അടുത്തേക്ക് സ്ത്രീ മൂവിയിലെ വില്ലനായ സർക്കട്ട വരുന്നുണ്ട്. സർക്കട്ട വന്ന് യക്ഷാസനെ അവിടെ നിന്നും രക്ഷിച്ചു കൊണ്ടുപോകുന്നു. പിറ്റേന്ന് രാവിലെ ആലോകും കൂട്ടരും വന്ന് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് യക്ഷാസനെ ഇവിടെ നിന്ന് ആരോ രക്ഷിച്ചുകൊണ്ട് പോയെന്ന്. അവൻ ഇവിടെ നിന്നും പുറത്തു കടന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ രക്തം അവൻ കുടിക്കും. ഒരുപാട് ശക്തികൾ അവൻ നേടിയെടുക്കും. അവന്റെ ആ ശക്തികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നിന്റെ ഈ ശക്തി മാത്രം പോരാ, നിന്റെ ശക്തി ഇനിയും കൂട്ടണം. അതിനു വേണ്ടിയിട്ട് നീ ഒരു മനുഷ്യച്ചെന്നായയുടെ രക്തം കുടിക്കണം. അതിന് നീ എന്തു ചെയ്യുമെന്ന് എല്ലാവരും ആലോചിക്കുകയായിരുന്നു. ആ സമയം ആലോകിന്റെ മനസ്സിലൂടെ ഭാസ്കറിനെ പറ്റിയുള്ള ഓർമ്മകൾ കടന്നു പോകുന്നു. ഒരു തവണ അവൻ ആ മനുഷ്യച്ചെന്നായുമായിട്ട് ഫൈറ്റ് ചെയ്തതല്ലേ, അങ്ങനെയാണെങ്കിൽ അവന്റെ രക്തം കുടിക്കാമെന്നായിരുന്നു ആലോകിന്റെ മനസ്സിൽ. അതേസമയം ആലോകിന്റെ രക്തം കുടിച്ച് കൂടുതൽ ശക്തി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഭാസ്കർ തന്റെ ചെന്നായ രൂപത്തില് ഇവിടേക്ക് തന്നെ വരുന്നുണ്ടായിരുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. മൂവിയുടെ അടുത്ത പാർട്ടുകൾ പുറത്തിറങ്ങുമ്പോൾ ബാക്കിയുള്ള സ്റ്റോറി എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സ്ത്രീ മൂവി കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സ്ത്രീ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൂവിയുടെ എക്സ്പ്ലനേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.